കുട്ടികളുടെ നാടകവേദി, ടി.പി. അലിക്കുട്ടി സ്മാരക മാപ്പിള കലാപഠന കേന്ദ്രം, ഇങ്ങനെ വേറിട്ട നിരവധി പഠന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നും എത്തിയ PKMM ഹയർ സെക്കൻഡറി സ്കൂളിന്. നമുക്ക് സ്വാഗതം ചെയ്യാം PKMM ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വേദിയിലേക്ക്. PKMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. മലപ്പുറം ജില്ലയിലെ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലാണ് എടരിക്കോട് പഞ്ചായത്ത്. ഓരോ പഞ്ചായത്തിലും മിനിമം ഒരു ഹൈസ്കൂൾ എന്ന തീരുമാനപ്രകാരം എടരിക്കോട് പഞ്ചായത്തിന് ഒരു ഹൈസ്കൂൾ അനുവദിച്ചു നൽകി. എന്നാൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന പഞ്ചായത്തായതിനാൽ സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഡോക്ടർ പൂഴിക്കൽ ഇബ്രാഹിം ഹാജിയാണ് ആ ദൗത്യം ഏറ്റെടുത്ത് സ്കൂൾ സ്ഥാപിച്ചത്. കാർഷിക മേഖലയായിരുന്ന ഇവിടെ 7 അധ്യാപകരും 2 അനധ്യാപകരും 115 കുട്ടികളുമായി 1979 സ്കൂൾ സ്ഥാപിതമായതോടെ സമൂഹത്തിലേക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം മെല്ലെ മെല്ലെ കടന്നു വരുന്നത് പിന്നീടുള്ള എടരിക്കോടിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. സ്കൂളുകളിൽ അഡ്മിഷനുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞ അധ്യയന വർഷം 1188 ഈ അധ്യയന വർഷം 1473 കുട്ടികളാണ് ഈ സ്കൂളിൽ ചേർന്നത്. 15 കിലോമീറ്ററോളം ചുറ്റളവിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഈ വിദ്യാലയത്തിന്റെ മഹിമ വിളിച്ചോതുന്നു. സർ, നിങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ, 1 പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ, 2 അടിസ്ഥാന സൗകര്യങ്ങൾ, 3 സാങ്കേതിക മികവ്. ഈ 3 മേഖലകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങൾക്ക് അവിടെ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ, നല്ല രസമുള്ള ഒരു പരീക്ഷണം അവിടെ കണ്ടല്ലോ. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ആ പരീക്ഷണം നിങ്ങളുടെ ആരെങ്കിലും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും, ഏതെങ്കിലും കുട്ടികളെ? ഏത് ക്ലാസ്സിലായിരുന്നു ആ ക്ലാസ്? ഒരു പഠന പ്രവർത്തനം കാണിച്ചില്ലേ വീഡിയോയിൽ? ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് പാത്രത്തിലെ വെള്ളം അതിനകത്തേക്ക് കയറുന്നു. അത്തരം പ്രവർത്തനം നിങ്ങൾ അത് ഏത് വിഷയം പഠിപ്പിക്കാനായിരുന്നു? അത് കെമിസ്ട്രി ആണോ? ഏത് ക്ലാസ്സിലായിരുന്നു അത്? 9th. ഇവിടെ വേറെ കുട്ടികൾ ഉണ്ടല്ലോ. അസനയുടെ ക്ലാസ്സിൽ ഈ പരീക്ഷണം ചെയ്തോ? സർ, ഇത് ഞങ്ങൾക്ക് പഠിക്കാനുള്ളതായിട്ട് ബന്ധപ്പെട്ട, എന്നാലും ഞങ്ങൾക്ക് വിഷയത്തിലുള്ളതല്ല. പക്ഷെ ഞങ്ങള് ഇത് സയൻസ് ശാസ്ത്രമേളയ്ക്കൊക്കെ ചെയ്തൊരു പ്രവർത്തനം തന്നെയാണ്. പൊതുവെ പഠിക്കാനുള്ള വിഷയമല്ലേ ഇത്? പഠിക്കാനുള്ള വിഷയം തീർച്ചയായിട്ടാണ്. തത്വമാണ്, ശാസ്ത്ര തത്വമാണ് അതിലൂടെ കാണിച്ചു തരുന്നത്. അത് ഈ നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഇത് വെക്കും, ഗ്ലാസ്സിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോ അതിന്റെ പ്രഷറിന്റെ അടിസ്ഥാനത്തില് വെള്ളത്തെ വലിച്ചെടുക്കാൻ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് മെഴുകുതിരി കത്തിക്കുന്നത്. നമ്മൾ ഈ ഗ്ലാസ് അതിന്റെ പുറത്ത് കമഴ്ത്തി വെക്കുമ്പോ അവിടെ ആ കമഴ്ത്തി വെക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഗ്യാസ് ആ പുറമേ നിന്നുള്ള പ്രഷർ വലിച്ചെടുത്തിട്ട് ആ വെള്ളത്തെയും കൂടെ പ്രഷർ അല്ല, ആ ഗ്ലാസിന്റെ ഉള്ളിലെ പ്രഷർ കൂടും. അതോടെ ആ വെള്ളത്തിന് ഓക്സിജനെ വലിച്ചെടുക്കും. ഓക്സിജനെ വലിച്ചെടുത്തിട്ട് എന്ത് പറ്റും? മെഴുകുതിരി കത്തും. മെഴുകുതിരി കത്തുന്നുണ്ട്. അത് കഴിയുമ്പോൾ അപ്പൊ പ്രഷർ കൂടുവോ കുറയോ? പ്രഷർ മർദ്ദം വർദ്ധിച്ചിട്ട് അത് കൂടാൻ വെള്ളത്തെ വലിച്ചെടുക്കാൻ ചെയ്യും. പ്രഷർ കൂടുമോ കുറയുമോ? കൂടും. അപ്പൊ എന്ത് പറ്റും? അതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ചാടിപ്പോവോ? അകത്തേക്ക് വലിച്ചെടുക്കാൻ ചെയ്യുന്നത്. ആദ്യം ഗ്ലാസിനകത്ത് പ്രഷർ കൂടിയാൽ അതിന് താഴെയുള്ള വെള്ളത്തിനെ ഗ്ലാസിന് പുറത്തേക്ക് തള്ളുകയല്ലേ ചെയ്യണ്ടേ? അപ്പൊ പുറത്തേക്ക് തള്ളുന്നു. ആ സമയത്ത് പ്രഷർ കൂടുമ്പോ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അത് അപ്പൊ പിന്നെ എങ്ങനെ പിന്നെ അകത്തേക്ക് കയറുന്നേ? അകത്തേക്ക് ഓക്സിജൻ എടുത്തു പോയി. പിന്നെ അകത്തേക്ക് എങ്ങനെയാ തള്ളുന്നത്? അകത്തേക്ക് പിന്നെ വെള്ളം കയറണമെങ്കിൽ അകത്തെ പ്രഷർ കുറയണം. അതെങ്ങനെ കുറയും? പ്രഷർ കുറയുന്നത് സർ, ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ആലോചിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ്, അല്ലാണ്ട് കുഴക്കാനുള്ള ചോദ്യമല്ല. അപ്പൊ തിരിച്ച് എന്നിട്ട് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങളെല്ലാം കൂട്ടായിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കും. ചെയ്യുന്നതിനെ പറ്റിയൊന്നും തർക്കമില്ല. പക്ഷെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലായാലേ അതൊരു പഠന അനുഭവം ആകുള്ളൂ. അല്ലെങ്കിൽ മാജിക്. ശാസ്ത്രം മാജിക് അല്ല കേട്ടോ. അത് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കണം ചോദ്യം ചോദിച്ചിട്ട്. മാപ്പിളപ്പാട്ടിൽ വളരെ പ്രശസ്തനായ ഒരു കവിയുടെ സ്മാരകം നിങ്ങളുടെ ജില്ലയിലുണ്ട്. എവിടെയാണത്? ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഓഫീസായിട്ടോ?
അതല്ല TP അലിക്കുട്ടി ഗുരുക്കൾ സ്മാരക മാപ്പിള കലാ പഠന കേന്ദ്രം, ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികള്, അതുപോലെ അധ്യാപകർ, പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ, അങ്ങനെയുള്ള സമൂഹ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ അത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു അധ്യാപകരുടെ കൂട്ടായ്മ, മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നതാണ്. പ്രശസ്തനായ ഒരു മാപ്പിള മഹാകവിയില്ലേ, ആരാണത്? മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയിൽ. കണ്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ അവിടെ? ഞാൻ അവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് മാപ്പിള പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മാപ്പിള പാട്ട് പാടുവോ? പാടും. ഒരു 4 വരി പാടിയേ. അടിപ്പെട്ട് കൊത്തി പൂടിത്താരോ അണൈത്താലിയും മാലയറുത്താരോ പിടിപ്പെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറ പേടുത്താരോ. ഗുഡ് 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 ഗുഡ്. ഇപ്പം ഞാൻ വരുന്ന സ്ഥലത്ത് ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്താണെന്ന് ആർക്കും അറിയില്ല. ITH സ്കൂൾ എന്നുള്ള പ്രോജക്റ്റ് അറിയില്ല. ഫ്രീ സോഫ്റ്റ്വെയർ ഉബുണ്ടൊന്നും പറഞ്ഞാൽ കേട്ടിട്ട് പോലും കാണത്തില്ല. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയാണ്, ഈ സ്കൂളിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂമും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതായത് ആദ്യം അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം റെഡി ആയിരിക്കണം. എന്തെല്ലാം ഉപകരണങ്ങൾ വേണം? കമ്പ്യൂട്ടർ വേണം, പ്രൊജക്ടർ വേണം, പിന്നെ അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ചാർട്ട് വേണം, പിന്നെ അതിനാവശ്യമായ CD-കൾ, ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും കാണാം. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ച് ഞാൻ പറഞ്ഞപ്പോഴേ വാങ്ങിച്ചു വെച്ചു. ഇനി എന്ത് വേണം? ഇനി അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന ഒരാൾ വേണം. അതെങ്ങനെ ഞാൻ സംഘടിപ്പിക്കും? അതായത് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ മതി, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യണം. എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം? അതായത് അതിനാവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തൊക്കെ ചെയ്യും? ഞങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഉബുണ്ടു ആണ്. അത് സ്റ്റോൾമാൻ കണ്ടുപിടിച്ച ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതിനായത് ലൈസൻസ് വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള അത്ര റൈറ്റ് ചെയ്യാം. അതാണ് ഞങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സെർച്ച് എഞ്ചിൻ വേണം. ആർക്ക് കൊടുക്കും ട്രെയിനിങ്? വിദ്യാർത്ഥികൾക്കാണ് ട്രെയിനിങ് കൊടുക്കുക. ടീച്ചേഴ്സിന് കൊടുക്കണ്ടേ? ടീച്ചേഴ്സിന് ഞങ്ങൾ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഇതിന്റെ ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. തുടങ്ങുകയല്ലേ നിങ്ങളെ കണ്ടിട്ട്? ശരി, ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കണോ? ഒരു അധ്യാപകനെ ട്രെയിൻ ചെയ്താൽ മതിയോ? അല്ല, എല്ലാ ടീച്ചേഴ്സിനും ട്രെയിൻ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിൻ ചെയ്ത് ടീച്ചേഴ്സിനെല്ലാം ട്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും? ഇനി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അവരിൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടോ? ബ്ലോഗ് ആരൊക്കെ ചേർന്ന് അപ്ഡേറ്റ് ചെയ്യാറ്? അധ്യാപകനാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒക്കെ കൂടാറുണ്ടോ? ഞങ്ങളോട് സഹകരിക്കാറുണ്ട്. നിങ്ങൾ സഹകരിക്കും, അല്ല അധ്യാപകൻ നിങ്ങളോട് സഹകരിക്കല്ല, അധ്യാപകരുടെ കൂടെ ഞങ്ങൾ കൂടി ചേർന്നിട്ടാണ് ചെയ്യുക. അപ്പൊ ശരി. നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് സയൻസ് ലാബ് താരതമ്യേന, കളിസ്ഥലം താരതമ്യേന, കോർട്ടുകൾ താരതമ്യേന മെച്ചമെന്നോ മോശമെന്നോ വ്യക്തമാക്കിയിട്ടില്ല. താരതമ്യേന എന്ന് പറഞ്ഞാൽ ആ കോർട്ട് മുഴുവൻ കല്ല് നിറഞ്ഞിട്ടുള്ളതായ പ്രദേശമാണ്. അതായത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത് ഉപയോഗം വളരെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വർഷം അതിന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ കോർട്ടിന് ആ കല്ല് അത് പിന്നെ വെട്ടി ആ കോർട്ടിൻ്റെ സൗകര്യം ഉണ്ടാക്കാനായിട്ട് ഈ വർഷം സജീവമായിട്ട് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കല്ലിൻ്റെ 2 ലെയർ അത് താഴേക്ക് താഴ്ത്തിയിട്ട് അത് അവർ വെട്ടിക്കൊണ്ടുപോയിട്ട് ആ കല്ല് മാറ്റി മണ്ണിട്ട് നിരത്തി കുട്ടികൾക്ക് കളിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ ഒരു ശക്തി മേഖലയായി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വളരെ ഇന്റഗ്രൽ പാർട്ടാണ് കായിക ശേഷിയുടെ വികസനം. പ്രത്യേകിച്ച് 3645 കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഇതിനെ കുറിച്ചൊരു സ്കൂളിനൊരു പോരായ്മയായിട്ട് അത് തോന്നുന്നുണ്ടോ? സ്കൂളിന്റെ പോരായ്മയായിട്ട് എങ്ങനെയാണ് നിങ്ങളത് മറികടക്കുന്നത്? അതായത് കലാരംഗത്താണ് ഞങ്ങൾ പ്രധാനമായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്നത്. ഇന്ന് വരെ ഈ മാപ്പിളക്കലകളായിട്ടുള്ളതായ കോൽക്കളി, വട്ടപ്പാട്ട് എന്നീ ഇനങ്ങളിൽ ഈ എടരിക്കോട് ഹൈസ്കൂളിന് സമ്മാനം കിട്ടാത്തതായ വർഷം ഈ കലാമേളകളിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇത് സ്ഥിരമായിട്ട് ഈ സ്കൂളിൽ തന്നെയാണെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അച്ചീവ്മെന്റ് ആണിത്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് കായികശേഷിയെ അവഗണിക്കാൻ കഴിയില്ല. കായികശേഷിയെ അവഗണിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. അതായത്
പിന്നെ കായികശേഷിയുള്ളതായ കുട്ടികൾക്ക് പിന്നെ അതിൻ്റേതായ രീതിയിൽ വികസനം കൊടുക്കുന്ന ഒരേ സമയത്ത് ഇത് എല്ലാ കാര്യങ്ങളും ഒരേ പ്രാധാന്യത്തിൽ കൊടുക്കാനായിട്ട് കഴിയില്ല. ഏറ്റവും കൂടിയ പ്രാധാന്യം ഇതിനാണ്. അതിന് അതേപോലെ തന്നെ ഉള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പ്രാധാന്യമുള്ളൂ മറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ സ്കൂൾ പാർലമെന്റിൽ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂൾ ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി സ്കൂളാണ്. സ്റ്റുഡൻറ് ഫ്രണ്ട്ലി സ്കൂളിൽ എല്ലാ സ്കൂളും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി സ്കൂളല്ലേ? അങ്ങനെയല്ല, ഞങ്ങളുടേതിൽ വ്യത്യസ്തമായി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ബോക്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ആ ബോക്സ്? ആ ബോക്സിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതിയിടാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ അതിൽ എഴുതിയിടാറുണ്ട്. സമൂഹത്തിന് ഈ സ്കൂളിനോടുള്ള ഒരു സമീപനമാണ്, അതിൻ്റെ സ്വീകാര്യതയാണ് ഈ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ കൂടുന്നത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മോർണിംഗ് ക്യാമ്പ് നടത്തുന്നുണ്ട്, ഈവനിങ് ക്യാമ്പ് നടത്തുന്നുണ്ട്. പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്കീമുകളും ഈ സ്കൂളിലുണ്ട്. ഇതിൽ PTA റോൾ എന്താണ്? 10-30 വർഷമായിട്ടുള്ള ഈ വിദ്യാലയത്തിൽ ഈ കഴിഞ്ഞ 8-10-12 വർഷമായിട്ടാണ് ഇത്ര വലിയ റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഇങ്ങനെ ക്യാമ്പുകൾ പിന്നെ രാവിലെ സംഘടിപ്പിക്കും, വൈകുന്നേരവും സംഘടിപ്പിക്കും. രാവിലെ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പെൺകുട്ടികളെയാണ് പങ്കെടുപ്പിക്കുക, വൈകുന്നേരം സംഘടിപ്പിക്കുന്നതിൽ ആൺകുട്ടികളെ പങ്കെടുപ്പിക്കും. രാവിലെ വരുന്ന കുട്ടികൾക്ക് അവർ വീട്ടിൽ നിന്ന് 8 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ എത്തുന്നതുകൊണ്ട് അവർ ഫുഡൊന്നും കഴിക്കാതെയാണ് വരിക. അതിനുള്ള സൗകര്യങ്ങൾ PTA ചെയ്തു കൊടുക്കും. അതുപോലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ പിന്നെ മിക്ക വീടുകൾക്കും അടുത്തുള്ള വീടുകളിലൊക്കെ അവർ പോകും. ദൂരെയുള്ള വീടുകൾക്കൊക്കെ അവർക്ക് പോകാനുള്ള യാത്രാ സൗകര്യം PTA സംഘടിപ്പിച്ചു കൊടുക്കും. ഇനി PKMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. PKMM ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 91.5 out of 100.